സ്വാതി പറഞ്ഞത് 11:30 കൂടി ഒരു മൂന്നാം വിമാനം എത്തുന്ന കാര്യം മുൻ ബുള്ളറ്റിനുകളിൽ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു മൂന്നാം വിമാനം എത്തിക്കഴിഞ്ഞോ? നിലവിൽ എത്ര ഇന്ത്യക്കാർ മലയാളികൾ ഇസ്രായേലിൽ നിന്ന് രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്? സിജു, ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടർന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന നടപടി ഓപ്പറേഷൻ സിന്ധു ദൗത്യം പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ആദ്യ വിമാനം എത്തിയത്. ആ വിമാനം ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുകയും അതിലാണ് ശ്രീലക്ഷ്മി ഉൾപ്പെടെയുള്ള കൊല്ലം സ്വദേശിയായിട്ടുള്ള ശ്രീലക്ഷ്മി ഉൾപ്പെടെയുള്ള മലയാളി ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നതും അത് നൽകുന്നതും. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ വിമാനം പാലം വിമാനത്താവളത്തിലാണ് എത്തിയിട്ടുള്ളത്. ഈ സംഘത്തിലാണ് 12ഓളം വരുന്ന മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഒരു വിമാനം കൂടി ഇസ്രായേലിൽ നിന്ന് എത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. 11:30 ആയിരുന്നു അറിയിച്ചിരുന്ന സമയമെങ്കിലും അത് വൈകിയേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ളത്. ഇതുവരെയും മൂന്നാമത്തെ വിമാനം ദില്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. മൂന്നാം വിമാനം എത്തിച്ചേരുമ്പോൾ അതിലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വന്നിട്ടുള്ള മലയാളികൾ അടക്കം പറയുന്നത് ടെൽ അവീവിലൊക്കെയും കാഴ്ചകൾ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സുരക്ഷിതമായി ഇന്ത്യക്കാരെ എത്തിക്കുക എന്നുള്ള നടപടിയിലേക്ക് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം പോയിട്ടുള്ളത്. അവരെ കൃത്യമായി എത്തിക്കുകയും അടുത്ത ഘട്ടങ്ങളിൽ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംഘർഷം ബാധിത മേഖലകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും എത്തിക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വിമാനം ഉടൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ വിമാനത്തിൽ ഒരു മലയാളി ശ്രീലക്ഷ്മി, രണ്ടാമത്തെ വിമാനത്തിൽ 12 മലയാളികൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിമാനത്തിൽ ആകെ 165 ഇന്ത്യക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ വ്യോമസേനയുടെ C-17 പ്രത്യേക വിമാനത്തിലാണ് ഇവരെയൊക്കെയും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ നാട്ടിലേക്കടക്കം വിടുന്നതിനുള്ള നടപടിക്രമങ്ങളടക്കം കേരള ഹൗസിന്റെ ഒക്കെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. സിജു.